ഹലോ ഫ്രണ്ട്സ്, നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ളൊരു കട്ട്ലറ്റിൻ്റെ റെസിപ്പിയും കൊണ്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. നമ്മളിൽ പലരും ചേർക്കാത്ത ഒരു ചേരുവ ഞാൻ ഈ ഒരു കട്ട്ലറ്റിൽ ചേർക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് ഈ കട്ട്ലറ്റ് നല്ല ഒരു ടേസ്റ്റി ആയിട്ട് തോന്നി. അപ്പോൾ അതൊന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യാമെന്ന് വെച്ചു. ഈ കട്ട്ലറ്റ് ഉണ്ടാകുമ്പോൾ എല്ലാവരും ഈ ഒരു മെത്തേഡിൽ ചെയ്ത് നോക്കണം, നിങ്ങൾക്ക് തന്നെ മാറ്റം മനസ്സിലാവും. അപ്പോൾ ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു 1/2 കിലോ ബോൺലെസ് ചിക്കൻ ഞാൻ കഴുകി വൃത്തിയാക്കി വെള്ളമൊക്കെ ഒഴിവാക്കിയതിന് ശേഷം ഒരു പാനിലിട്ട് മഞ്ഞൾപ്പൊടിയും ഉപ്പും കുരുമുളക് പൊടിയും ഇട്ട് വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് വെള്ളം വറ്റുന്നത് വരെ ഒന്ന് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേവിക്കുക. ഒന്ന് മൂടി വെച്ചിട്ട് വേവിച്ചാൽ വേഗം വെന്ത് കിട്ടും. 3 പൊട്ടാറ്റോ വേവിച്ചിട്ട് ചൂടോട് കൂടി തന്നെ ഞാൻ മാഷ് ചെയ്തിട്ട് മാറ്റി വെക്കുന്നുണ്ട്. ചൂടോട് കൂടി തന്നെ മാഷ് ചെയ്യണം, നമുക്ക് കട്ടയില്ലാതെ ഒന്ന് ഉടച്ചെടുക്കണം. അതുപോലെ തന്നെ ചിക്കനും ഞാൻ വേവിച്ച് ചൂടാറിയതിന് ശേഷം ഒന്ന് ക്രഷ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കട്ട്ലറ്റ് ഉണ്ടാക്കാൻ തുടങ്ങാം. ഇതിനായിട്ടൊരു പാൻ വെച്ച് ചൂടാകുമ്പോൾ ഇതിലോട്ട് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലോട്ട് ഞാൻ 3 സവാള ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സവാള നന്നായിട്ടൊന്ന് വയന്ന് വരണം, എന്നാലും നമ്മുടെ കട്ട്ലറ്റ് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. സവാള നന്നായിട്ട് വയന്ന് വരാഞ്ഞാൽ നമ്മുടെ കട്ട്ലറ്റ് ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഇതുപോലെ നല്ല ഗോൾഡൻ ബ്രൗൺ കളറാവുമ്പോൾ നമുക്കിതിലോട്ട് 2 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, അതായത് ഇഞ്ചി വെളുത്തുള്ളി അരച്ചത് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ പച്ചമണം മാറുമ്പോൾ നമ്മൾ ആരും ചേർക്കാത്ത ഒരു ചേരുവ, അതായത് ഈ ഒരു തക്കാളിയാണ് ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഒരു പച്ചമുളകും ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ തക്കാളി പലരും ചേർക്കാറില്ല ഈ കട്ട്ലറ്റിൽ. തക്കാളി ചേർത്തിട്ട് ഇനി കട്ട്ലറ്റ് ഉണ്ടാക്കി നോക്കണം, നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഇതിലോട്ട് 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല പൗഡർ, 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചത്, 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ ചിക്കൻ മസാല, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ അതുപോലെ തന്നെ അത്രയും പിന്നെ മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കണം. 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ ചില്ലി ഫ്ലേക്സ്, അതായത് ക്രഷ് ചെയ്ത ഉണക്കമുളക് എന്തായാലും ചേർത്ത് കൊടുക്കണം. അത് ചേർത്ത് കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ ഇതെല്ലാം കൂടി ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നല്ലപോലെ വഴറ്റിയിട്ട് ഈ തക്കാളിയും ഇതൊക്കെ നല്ലപോലെ ഉടയുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. അതിനുശേഷം നമുക്ക് കുറച്ച് കറിവേപ്പില ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഒന്ന് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് വഴറ്റി കൊടുക്കാം. മസാല നല്ലപോലെ വേവണം, എങ്കിലേ നമ്മുടെ കട്ട്ലറ്റ് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇതുപോലെ നല്ലപോലെ വെന്ത് തക്കാളിയൊക്കെ ഉടഞ്ഞതിന് ശേഷം നമ്മൾ ക്രഷ് ചെയ്ത ചിക്കൻ ചേർത്ത് കൊടുക്കാം. ചിക്കൻ കുറേശ്ശെയായിട്ട് ചേർത്തിട്ട് നല്ലപോലെ ഇളക്കിയിട്ട് മസാലയിൽ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ നല്ലപോലെ ഒന്ന് ഇളക്കി മിക്സാക്കി കൊടുക്കാം. ചിക്കൻ്റെ എല്ലാ ഭാഗത്തേക്കും മസാല എത്തണം, നല്ലപോലെ മിക്സാക്കി ഇതുപോലെ എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിയിലായിട്ട് നമ്മൾ വേവിച്ചുടച്ച് വെച്ച നമ്മുടെ പൊട്ടാറ്റോ ചേർത്ത് കൊടുക്കാം. പൊട്ടാറ്റോ ചേർക്കുന്നതിന് മുമ്പായിട്ട് ഉപ്പൊക്കെ ഒന്ന് നോക്കണം, ഉപ്പൊക്കെ പാകമാണോ എന്നുള്ളത്. കൂടുതലാണെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല, കുറവാണെങ്കിൽ കുറച്ച് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് പൊട്ടാറ്റോയും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. മിക്സ് ചെയ്തിട്ട് കൊടുത്തതിന് ശേഷം എല്ലാ ഭാഗത്തേക്കും പൊട്ടാറ്റോ എത്തുന്ന രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കും. ഇപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് മിക്സ് ചെയ്ത് കൊടുത്താലും മതി, പ്രശ്നമൊന്നുമില്ല. നമ്മൾ ചൂടാറിയതിന് ശേഷം കൈ വെച്ചിട്ട് തന്നെ നല്ലപോലെ കുഴച്ചെടുക്കാം, അതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഞാനിത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതിലോട്ട് മല്ലിയില കുറച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട്, ഒന്ന് മിക്സ് ആക്കിയിട്ടുണ്ട് കേട്ടോ. ഇനി ഒരു പ്ലേറ്റിലോട്ട് മാറ്റുകയാണ് ഞാൻ. ചൂടാറിയതിന് ശേഷം നല്ലപോലെ കൈ വെച്ചിട്ടൊന്ന് കുഴച്ചിട്ടുണ്ട്. അതിന് ശേഷം നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പാക്കി എടുക്കാം. റൗണ്ട് ഷേപ്പിലാക്കി വേണമെങ്കിൽ റൗണ്ട് ഷേപ്പാക്കാം. ഞാൻ ഇപ്പോൾ ഓവൽ ഷേപ്പിലാണ് ചെയ്യുന്നത്. ഇനി എന്തെങ്കിലും പ്രത്യേകം മോൾഡൊക്കെ ഉണ്ടെങ്കിൽ അതിലിട്ടിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ട ഇതിലാക്കി കൊടുക്കാം, ഇഷ്ടപ്പെട്ട ഷേപ്പിലാക്കി കൊടുക്കാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്, നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് ഇഷ്ടപ്പെട്ട മോഡലിലാക്കി കൊടുക്കാം. എല്ലാം ഇതുപോലെ ചെയ്ത് വെച്ചിട്ട് ഫ്രൈ ചെയ്യുന്നതാണ് നല്ലത്. കാരണം കട്ട്ലറ്റ് ആകുമ്പോൾ പെട്ടെന്ന് തന്നെ ഫ്രൈ ആയി കിട്ടും. അതുകൊണ്ട് എല്ലാം ചെയ്തിട്ട് ചെയ്യുന്നതാണ് നല്ലത്. ഇനിയിപ്പോൾ കുറച്ച് ഒന്നാക്കിയതിന് ശേഷം ഫ്രൈ ചെയ്തിന് ആ സമയം കൊണ്ട് മറ്റുള്ളത് ഷേപ്പാക്കി എടുക്കുകയും ചെയ്യാം. അതൊക്കെ നിങ്ങളുടെ ഒരു ഇഷ്ടമാണ്. ഇപ്പോൾ ഞാനൊരു 15 ഇതുപോലെ ഷേപ്പാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് മുട്ട ഒന്ന് അടിച്ചതിൽ മുക്കിയിട്ട് ബ്രെഡ് പൊടിയിൽ ഒന്ന് ഡിപ്പ് ചെയ്തെടുക്കാം. നമ്മൾ സാധാരണ എല്ലാ കട്ട്ലറ്റും തയ്യാറാക്കുന്ന പോലെ ഈ മസാലയുടെ ഒരു മാറ്റം മാത്രമേ ഉള്ളൂ. അതിന് നല്ലൊരു ടേസ്റ്റിന് മാറ്റമുണ്ട് കേട്ടോ. തക്കാളി ചേർക്കുമ്പോൾ എല്ലാവരും ചേർത്ത് അതുപോലെ തയ്യാറാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിക്കുക, അപ്പോൾ അറിയാൻ പറ്റും നിങ്ങൾക്ക്. ഇനി നമുക്ക് നല്ല എണ്ണ ചൂടാകുമ്പോൾ നമുക്ക് ഓരോന്ന് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കാം, സാധാരണ നമ്മൾ കട്ട്ലറ്റൊക്കെ ഫ്രൈ ചെയ്യുന്ന പോലെ തന്നെ. അപ്പോൾ ഒരു ഭാഗം കുക്കാവുമ്പോൾ നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇതുപോലത്തെ ഒരു കളറിലാണ് കട്ട്ലറ്റ് ടേസ്റ്റ് ഉള്ളത്. ഇതിൽ ഓവർ ലൈറ്റ് ആയാലും ടേസ്റ്റ് ഉണ്ടാവില്ല, ഓവർ ഡാർക്ക് ആയാലും ടേസ്റ്റ് ഉണ്ടാവില്ല. കുറച്ചൊരു ഈ ഒരു കളറിലായിട്ട് നമുക്ക് എടുക്കാം. ഇതാണ് ഈ കട്ട്ലറ്റിന് ഏറ്റവും ടേസ്റ്റായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ എല്ലാ കട്ട്ലറ്റും നമുക്ക് ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. കുറച്ച് എണ്ണയിൽ ഫ്രൈ ചെയ്യുക, കാരണം ഈ എണ്ണ പിന്നെ വേറെ ഒന്നിനും പറ്റില്ല.
അപ്പോൾ നമ്മുടെ കട്ട്ലറ്റ് ഞാൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ കട്ട്ലറ്റ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കട്ട്ലറ്റാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. ഇഷ്ടമായ ഫ്രണ്ട്സിനും കസിൻസിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. ഇതുവരേക്കും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. എല്ലാവർക്കും എൻ്റെ നന്ദി.